എറണാകുളം കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം വന്യജീവിയുടെ ആക്രമണത്തിൽ പശു ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശവാസിയായ ചാക്കോയുടെ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയാണെന്ന സംശയത്തിൽ നാട്ടുകാർ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ്, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? ഇന്നാണ് കോതമംഗലം കോട്ടപ്പടിയിലെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പശുവിനെ കണ്ടെത്തുന്നത്. അതായത് പ്രദേശവാസിയായി തന്നെ ചാക്കോയുടെ തന്നെ പശുവിനെയാണ് ഇന്ന് ഇത്തരത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. അത് ഇതിന് സമീപത്തിൽ, അതായത് പശുവിന്റെ ജലം കണ്ടെത്തിയതിന് സമീപത്തിന്റെ വലിയ കാൽപ്പാടുകൾ. എറണാകുളം കോതമംഗലം കോട്ടപ്പടിക്ക് സമീപമാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ ഇപ്പോൾ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശവാസിയായ ചാക്കോയുടെ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയാണെന്ന സംശയത്തിലാണ് നാട്ടുകാരുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ്. എന്തായാലും ഇന്നാണ് ഇപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് കോട്ടപ്പടി എന്ന സ്ഥലത്തിന് സമീപം വന്യജീവിയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ വന്യജീവി ആക്രമണങ്ങൾ വിവിധ തരത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഏത് ജീവിയാണ് ആക്രമിച്ചതെന്ന് സംബന്ധിച്ചുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട്. ജോയ്മോൻ ജോസ് ഉണ്ട് വിവരങ്ങളുമായി. ജോയ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എന്താണ് നാട്ടുകാരുടെ ആരോപണം? വിശദാംശങ്ങൾ. ഇന്നാണ് കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തുന്നത്. അതായത് കോട്ടപ്പടിക്ക് സമീപമുള്ള പ്രദേശവാസിയായ ചാക്കോയുടെ പശുവിനെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. അതായത് ഇതുപോലെ തന്നെ പശുവിന്റെ ജഡം കണ്ടെത്തിയതിന് സമീപത്ത് തന്നെ വലിയ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് ഒരു കടുവയാണെന്നുള്ള സംശയത്തിലേക്ക് നാട്ടുകാരെ എത്തിച്ചു. അതായത് ഇതുപോലെ ഒരു ആക്രമണം സമീപകാലത്ത് നിരന്തരം വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയായ സ്ഥിതിക്ക് നാട്ടുകാർ ഏറെ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ്. അതായത് ഏത് ജീവിയാണ് ഈ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ ഇത് രാത്രിയോ പകലോ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് നാട്ടുകാർക്ക് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ തന്നെയായാലും തുടരെ ഉണ്ടാകുന്ന ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അതായത് പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു പശുവിന്റെ ജഡം കണ്ടെത്തിയത്. ഇതന്നെയായാലും ഒരു കടുവയുടെ ആക്രമണം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താനായിട്ടില്ല. ഏത് ജീവിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നും അത് ഇതിന് പിന്നിലുള്ള ഇനി എന്താണ് അടുത്ത പ്രതിവിധി എന്ന തരത്തിലുള്ള രീതിയിലേക്ക് വരെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയ്, മറ്റൊരു കാര്യം, അതായത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കടുവ ഭീഷണിയോ അല്ലെങ്കിൽ അത്തരം പുലി ഭീഷണിയൊക്കെ ഉള്ളൊരു സ്ഥലമാണോ? നേരത്തെ ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ടതായിട്ടുള്ള നമുക്ക് വിവരങ്ങളുണ്ടോ? ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുന്നേ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കൃത്യമായ ഒരു ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും കോതമംഗലം എന്ന പറയുന്നത് നിരന്തരം വന്യജീവി ആക്രമണങ്ങളിലൂടെ വാർത്തകൾ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയായാലും ഇടയ്ക്കിടെ ഇവിടെ ഇങ്ങനെ ആക്രമണം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ മാത്രമേ സാധിക്കൂ. ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? നാട്ടുകാർ അറിയിച്ചതെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെടുത്ത് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള ജീവിയാണ്, അത് ഏത് തരത്തിലുള്ള ജീവിയാണ് ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും ജോയ് ആണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. എറണാകുളം കോതമംഗലത്ത് കോട്ടപ്പടിക്ക് സമീപമാണ് വന്യജീവിയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസിയായ ചാക്കോയുടെ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ പരിശോധനകൾ പുരോഗമിക്കുകയും ഏത് ജീവിയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ് എന്നാണ് ജോയ്മോൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ജോയ്മോൻ ജോസ്.